Hello students, the next important topic from module 3 is memory organization of 8051. 8051 microcontroller has 128 bytes of internal RAM and 4 kilobytes of on-chip ROM. Okay, as said before, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8051 128 bytes ആണ് internal RAM ന്റെ സൈസ്, അതുപോലെ 4 kilobytes ആണ് ROM ന്റെ സൈസ്. RAM is known as data memory, ROM is known as program memory or code memory. രണ്ട് ടൈപ്പ് മെമ്മറി, സെപ്പറേറ്റ് മെമ്മറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഡേറ്റ മെമ്മറിയാണ് റാം, അതുപോലെ തന്നെ കോഡ് ഓർ പ്രോഗ്രാം മെമ്മറിയാണ് റോം. പ്രോഗ്രാം മെമ്മറി ഹോൾഡ്സ് ദ ആക്ച്വൽ 8051 പ്രോഗ്രാം ദാറ്റ് ഇസ് ടു ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, അപ്പം ഏതാണോ ആക്ച്വലി ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം അത് പ്രോഗ്രാം മെമ്മറിയിലാണ് ഉണ്ടാവുക. ആൻഡ് പ്രോഗ്രാം മെമ്മറി ഈസ് ആക്ച്വലി ലിമിറ്റഡ് ടു 64 kilobyte. And 8051 supports 64 kilobyte of external RAM. External RAM 64 kilobyte ഉണ്ട്. Now, let us consider the internal RAM. Internal RAM, that is, there are 128 bytes of RAM in 8051. Assign the addresses 00 to 7F. Okay, 00 to 7F ആണ് ഈ ഒരു 128 bytes ഉള്ളത്. Then 128 bytes are divided into 3 different groups. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 3 different groups ആണ്. അതിൽ total of 32, first group എന്ന് പറയുന്നത് total of 32 bytes from location 00 to 1FH are set aside for register banks and the stack. Okay, അപ്പോൾ 32 bytes ആണ് നമുക്ക് രജിസ്റ്റർ ബാങ്കിനും സ്റ്റാക്കിനും വെച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് 32 bytes അവിടെയായി. ദെൻ 16 bytes എന്ന് പറയുന്നത് ലൊക്കേഷൻ 20H to 2FH, ദേ ആർ ഫോർ ബിറ്റ് അഡ്രസ്സബിൾ മെമ്മറി. ഓക്കെ, ബിറ്റ് അഡ്രസ്സബിൾ റീഡ് റൈറ്റ് മെമ്മറിയാണ് അടുത്ത 16 bytes. Then 80 bytes from location 30H to 7F are used for read write storage called scratch pad. അപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയായി? 32 plus 16 plus 80, അപ്പോൾ 128 bytes ആയി. ഓക്കെ, അതാണ് ഈ 3 ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കിതിൻ്റെ ഫിഗർ നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ 00 to 7F ആണ് നമുക്ക് ഇവിടെ 1F ആണ് ബാങ്ക്സ് വരുന്നത്. ഓക്കെ, 4 ബാങ്ക്സ്, അത് 32 bytes. പിന്നെ ഒരു ബാങ്ക് രജിസ്റ്റർ ബാങ്ക് 1 സ്റ്റാക്കായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതും സ്റ്റാക്കിൻ്റെ ഇതും അവിടെ ഉണ്ട്. അത് ദെൻ 20 to 2FH, അത് ബിറ്റ് അഡ്രസ്സബിൾ റാം, അതാണ് അടുത്ത ഗ്രൂപ്പ്. സോ ഫസ്റ്റ് ഗ്രൂപ്പ് രജിസ്റ്റർ ബാങ്കിൻ്റെ 32 bytes, പിന്നെ അടുത്ത ഗ്രൂപ്പ് 16 bytesൻ്റെ ബിറ്റ് അഡ്രസ്സബിൾ റാം. ദെൻ വി ഹാവ് ദ സ്ക്രാച്ച് പാഡ് 30H to 7FH, that is the remaining 80 bytes. Okay, ഇതാണ് internal റാമിൻ്റെ ഓർഗനൈസേഷൻ. These 32 bytes, അതായത് 32 bytes ആദ്യത്തെ ഗ്രൂപ്പാണ്. They are divided into 4 banks of registers in which each bank has 8 registers R0 to R7. Okay, and the RAM location from 0 to 7 are set aside for bank 0 of R0 to R7, where R0 is the RAM location 0, R1 is the RAM location 1, R2 is the RAM location 2, so on until memory location 7 which belongs to R7 of bank 0. Okay, അപ്പോൾ ഇവിടെ RAM location എന്ന് പറയുന്നത് അത് ഇപ്പം ബാങ്ക് 0 ആണെങ്കിൽ R0 to R7 ആയിട്ട് അങ്ങനെ 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, സോ R0 എന്ന് പറയുന്നത് റാം ലൊക്കേഷൻ 0 ആയിരിക്കും, R1 റാം ലൊക്കേഷൻ 1, അങ്ങനെ. അതായത് ഇവിടെ ഇപ്പോൾ കണ്ടോ 00 എന്ന് പറയുമ്പോൾ അതിന് ഓരോന്നിനും ഓരോ ലൊക്കേഷൻ, അതായത് ഓരോ രജിസ്റ്ററിനും ഓരോ അഡ്രസ്സ് ആയിരിക്കും അല്ലെങ്കിൽ ലൊക്കേഷൻ ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് മച്ച് ഈസിയർ ടു റിഫർ ടു ദീസ് റാം ലൊക്കേഷൻസ് വിത്ത് നെയിംസ് സച്ച് ആസ് R0 R1 ദാൻ ബൈ ദ മെമ്മറി ലൊക്കേഷൻസ്. അതായത് ഇപ്പോൾ അഡ്രസ്സ് കൊടുക്കുന്നതിനേക്കാളും നമുക്ക് എളുപ്പത്തിൽ അതിൻ്റെ രജിസ്റ്റേഴ്സ് പറഞ്ഞാൽ മതി. R0 R1 അങ്ങനെ നമുക്ക് റെഫർ ചെയ്യാം, അതായിരിക്കും ഈസിയർ. ഇനി രജിസ്റ്റർ ബാങ്ക് 0 ഇസ് ദ ഡിഫോൾട്ട് വെൻ 8051 is powered up. അതായത് പവർ ഓൺ ചെയ്യുമ്പോൾ 8051 ഓൺ ചെയ്യുന്ന സമയത്ത് ഡിഫോൾട്ടായിട്ട് ബാങ്ക് 0 ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അത് ബാങ്ക് 0 ആയിരിക്കും ആക്റ്റീവ് ആവുന്നത്. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ബാങ്ക് യൂസ് ചെയ്യണമെങ്കിൽ അത് അവിടെ PSWയിൽ പോയി ആ ഒരു ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ബിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബാങ്ക്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതാണ് രജിസ്റ്റർ ബാങ്ക്സ് ആൻഡ് ദിയർ റാം അഡ്രസ്. അപ്പോൾ ഇത് കണ്ടോ ബാങ്ക് 0 എന്ന് പറയുന്നത് 0, ദാറ്റ് ഇസ് 0 എന്ന ലൊക്കേഷൻ വരുമ്പോൾ R0, 1 എന്ന ലൊക്കേഷൻ R1, അങ്ങനെ ബാങ്ക് 0 ആണെങ്കിൽ. ഓക്കെ, R7 7,
ഇനി ബാങ്ക് 1 ആണെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് 8. ദെൻ 8 ആണ് R0, ദെൻ 9 ആണ് R1 സോ ഓൺ. ദെൻ R7ൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് F, ഓക്കെ 0F. ദെൻ വി ഹാവ് ബാങ്ക് 2 ആണെങ്കിൽ 10 ആണ് അഡ്രസ്സ് ഓഫ് R0 രജിസ്റ്റർ. ദെൻ അതേപോലെ R7 17, അതായത് 17H ആണ് അതിൻ്റെ അഡ്രസ്സ്. അങ്ങനെ അപ്പോൾ ബാങ്ക് 3 ആണെങ്കിൽ R0 18H ആണ്, R7ൻ്റെ അഡ്രസ്സ് 1FH. അങ്ങനെ ഓരോന്നിനും ഓരോ രജിസ്റ്ററിനും ഓരോ അഡ്രസ്സ് ഉണ്ട്. സോ നമുക്ക് ആ രജിസ്റ്റർ യൂസ് ചെയ്യുന്നതിന് പകരം അഡ്രസ്സ് അവിടെ റെഫർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു രജിസ്റ്റർ റെഫർ ചെയ്യാൻ പറ്റും. Lowest 32 bytes of the on-chip RAM form 4 banks of 8 registers each. Only one of these banks can be active at any time. Bank is chosen by setting the 2 bits in PSW. അത് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു ബാങ്ക് അല്ലാതെ ചൂസ് ചെയ്യണമെങ്കിൽ, അതായത് ഡിഫോൾട്ട് ബാങ്ക് പവർ അപ്പ് ആണെങ്കിൽ ആ സമയത്ത് ബാങ്ക് 0 ആയിരിക്കും. അതായത് 00 to 707H ഉള്ള ലൊക്കേഷൻസ് വരെ. ഏതെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ, വേറെ ഏതെങ്കിലും ബാങ്ക് ചൂസ് ചെയ്യണമെങ്കിൽ 2 ബിറ്റ്സ് സെറ്റ് ചെയ്യുക. സോ 8 രജിസ്റ്റേഴ്സ് in any active bank are referred to as R0 through R7. Okay. Given that each register has a specific address, it can be accessed directly using that address even if its bank is not active one. Okay. അപ്പോൾ ഇവിടെ നമുക്ക് അതായത് ഓരോ രജിസ്റ്ററിനും ഒരു സ്പെസിഫിക് അഡ്രസ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ്ലി ആ അഡ്രസ്സ് യൂസ് ചെയ്യാൻ പറ്റും. ബാങ്ക് ആക്റ്റീവ് അല്ലെങ്കിലും ആ സമയത്ത് അത് യൂസ് ചെയ്യാൻ പറ്റും. The next 16 bytes locations 20H to 2F form a block that can be addressed as either bits, bytes or individual bits. The bytes have addresses 20 to 2FH and bits have addresses 00 to 7FH. Specific instructions are used for accessing the bits. അത് പറഞ്ഞല്ലോ, ഓരോ ബിറ്റും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സെറ്റ് ചെയ്യാം, റീസെറ്റ് ചെയ്യാം, അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും. 8051 ആ ഒരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 16 ബൈറ്റ്സ് അതിന് വേണ്ടിയുള്ള ഇതാണ്, ബിറ്റ് അഡ്രസ്സബിളിന് വേണ്ടിയാണ്. ദെൻ ലൊക്കേഷൻസ് 30 to 7F ആർ ജനറൽ പർപ്പസ് റാം. അപ്പോൾ അതാണ് ഈ ഇൻറ്റേർണൽ റാമിൻ്റെ ഓർഗനൈസേഷൻ. ഇനി ഇൻറ്റേർണൽ റോമിൻ്റെ ഓർഗനൈസേഷൻ നോക്കാം. അതായത് 8051 മൈക്രോ കൺട്രോളർ ഹാസ് 4 കിലോബൈറ്റ്സ് ഓഫ് ഓൺ ചിപ്പ് റോം, ബട്ട് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡ് അപ് ടു 64 കിലോബൈറ്റ്. ഓക്കെ, 4 കിലോബൈറ്റ്സ് ആണ് റോം യൂസ് ചെയ്യുന്നത്, പക്ഷേ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കൂടുതൽ മെമ്മറി വേണമെങ്കിൽ. This ROM is also called program memory or code memory. Code segment is accessed using the program counter PC for opcode fetch and by DPTR for data. PC യൂസ് ചെയ്യുന്നത് നമുക്ക് കോഡ് ഫെച്ച് ചെയ്യാനും അതുപോലെ തന്നെ ഡേറ്റ ഫെച്ച് ചെയ്യണമെങ്കിൽ DPTR എന്ന രജിസ്റ്റർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇനി external ROM is accessed when the EA, that is ഇത് ആക്ച്വലി EA ബാർ ആണ്, ആക്റ്റീവ് ലോ സിഗ്നൽ ആണ്, pin is connected to ground or contents of program counter exceeds 0FFFF. When the internal ROM address is exceeded, 8051 automatically fetches the code bytes from the external program memory. അതായത് ഇവിടെ ഇപ്പം എക്സ്റ്റേണൽ റോം ആക്സസ് എപ്പോഴാണ് ചെയ്യാന്ന് വെച്ചാൽ EA ബാർ 0 ആകുമ്പോഴാണ്, അല്ലെങ്കിൽ കണക്റ്റഡ് ടു ഗ്രൗണ്ട്, അല്ലെങ്കിൽ അത് 0 ആകുമ്പോഴാണ്. ആൻഡ് പ്രോഗ്രാം കൗണ്ടർ അതായത് ഇപ്പോൾ ഇവിടെ കണ്ടോ ഇൻറ്റേർണൽ റോം ഇവിടെ ഉണ്ട് അല്ലേ, 0000 to 0FFFF, ദാറ്റ് ഇസ് 4 കിലോബൈറ്റ്സിൻ്റെ റോം ഉണ്ട്. ഇനി അതിൽ കൂടുമ്പോഴാണ്, അതായത് 0FFFFHനേക്കാളും അഡ്രസ്സ് കൂടുന്ന സമയത്ത് എക്സ്റ്റേണൽ റോമാണ് യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഇൻറ്റേർണൽ റോം എക്സീഡ് ചെയ്യുമ്പോൾ, അതായത് ആ റോം അഡ്രസ്സ് എക്സീഡ് ചെയ്യുമ്പോൾ ഇനി എക്സ്റ്റേണൽ റോം എന്നാണ് കോഡ് ബൈറ്റ്സ് ഫെച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇതുണ്ട്, അതായത് ഇവിടെ കണ്ടോ മെമ്മറി സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ്റ്റേണൽ റാം ഉണ്ട്, ഓക്കെ റീഡ് ഓൺലി. പിന്നെ ഇവിടെ EA ബാർ 0 അത് എക്സ്റ്റേണൽ, EA ബാർ 1 ആണെങ്കിൽ ഇൻറ്റേർണലി യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഇവിടെ. ദെൻ PSEN ബാർ ഉണ്ട്, ആ PSEN ബാറും ഒരു സിഗ്നൽ ഉണ്ട്, ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് PSEN ബാർ. ഓക്കെ, അപ്പോൾ EA ബാർ 0 ആണെങ്കിൽ എക്സ്റ്റേണൽ യൂസ് ചെയ്യും, EA ബാർ 1 ആണെങ്കിൽ ഇൻറ്റേർണൽ റോം ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡേറ്റ മെമ്മറി നോക്കുകയാണെങ്കിൽ അത് ശരിക്കും ഒരു നമുക്കിവിടെ റീഡ് ബാർ റൈറ്റ് ബാർ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡേറ്റ മെമ്മറിയാണ്. സോ 0000 ടു FFFFF. ഓക്കെ, അത് എക്സ്റ്റേണലി വരും. ഇൻറ്റേർണലി വരുന്നത് 00 ടു, അതായത് ഇവിടെ നമുക്ക് ആ ഒരു ഇത് ഇൻറ്റേർണലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇൻറ്റേർണലി അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, റോമിൻ്റെ അതായത് ഡേറ്റ മെമ്മറീൻ്റെ ഓപ്ഷൻ, അതായത് 2 മെമ്മറി ഉണ്ടല്ലോ, പ്രോഗ്രാം മെമ്മറിയും ഡേറ്റ മെമ്മറി ഉണ്ടല്ലോ. അപ്പോൾ പ്രോഗ്രാം മെമ്മറി റീഡ് ഓൺലി മെമ്മറി, ഇത് റാം ആണ് ഡേറ്റ മെമ്മറി. അപ്പോൾ റാമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 00 ടു
അതായത് 128 ബൈറ്റ്സ് ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മെമ്മറി ഓർഗനൈസേഷൻ ഓഫ് 8051.